അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അല്ലെങ്കിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നും അറിയപ്പെടുന്ന കേരളത്തിലെ വൈദികനായിട്ടുള്ള ഒരു നവോത്ഥാന നായകനെ കുറിച്ചാണ്. അപ്പൊ ചാവറയച്ചൻ ജനിച്ചത് 1805 ഫെബ്രുവരി 10-നാണ്. 1805 ഫെബ്രുവരി 10. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൈനകരിയാണ്, ആലപ്പുഴ ജില്ലയിലെ കൈനകരി. ജന്മഗൃഹം അറിയപ്പെടുന്ന പേര് ചാവറ ഭവൻ. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഐക്കോ കുര്യാക്കോസ്. പിതാവിന്റെ പേര് ഐക്കോ കുര്യാക്കോസ്. മാതാവിന്റെ പേര് മറിയം തോപ്പിൽ. ഇദ്ദേഹം മരിക്കുന്നത് 1871 ജനുവരി 3-നാണ്. ഇനി ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് 1986-ലാണ്. 86 ഫെബ്രുവരി 8-നാണ്. ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. കോട്ടയത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വെച്ചിട്ടാണ് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത്. ഈ ചാവറയച്ചന്റെ ഒപ്പം 1986 വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് സിസ്റ്റർ അൽഫോൻസ. ഇപ്പൊ വിശുദ്ധ അൽഫോൻസയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന അൽഫോൻസാമ്മ ചാവറയച്ചന്റെ ഒപ്പമാണ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014 നവംബർ 23-നാണ്. വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ചാവറയച്ചനോടൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിൽ നിന്ന് തന്നെയുള്ള എയുപ്രാസ്യമേനയാണ്. ഇനി കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന് വിശേഷണമുള്ള വ്യക്തിയാണ് ചാവറയച്ചൻ. കാലത്തിന് മുന്നേ നടന്ന നവോത്ഥാന നായകൻ. നമ്മൾ പല നവോത്ഥാന നായകരെ കുറിച്ചും പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇങ്ങനെ ഒരു വിശേഷണം വേറെ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ കാലത്തിന് മുന്നേ ചിന്തിച്ച് വേണ്ട മാറ്റങ്ങളൊക്കെ സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. ദൈവദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ദൈവദാസൻ. കേരളത്തിലെ ആദ്യത്തെ കേരളീയനായ വികാരി ജനറലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അപ്പൊ വികാരിമാരുടെ തലവനെയാണ് വികാരി ജനറൽ എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ കേരളീയനായ വികാരി ജനറലാണ് ചാവറയച്ചൻ. ഇനി കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? സാക്ഷരതയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ചാവറയച്ചനെയാണ്. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നത് ചാവറയച്ചനാണ്. ഇനി പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. പിടിയേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ ചാവറയച്ചന്റെ പ്രവർത്തന മേഖല പരിചയപ്പെടണം. ചാവറയച്ചൻ പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കാനായിട്ട് എല്ലാ പള്ളികളിലേക്കും നിർദ്ദേശം നൽകി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കത്തോലിക്ക പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ എന്ന പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപം കൊണ്ടു. അപ്പൊ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പലർക്കും ഭക്ഷണം കഴിക്കാനില്ല എന്ന തിരിച്ചറിവില് പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഒരു പിടിയേരി അത് പള്ളിക്കൂടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, അത് ഭക്ഷണമായും അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ പിടിയേരി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിടിയേരി എന്നുള്ള ഒരു സമ്പ്രദായം നിലവിൽ വന്നത് ഏത് നവോത്ഥാന നായകന്റെ പ്രവർത്തന ഫലമായിട്ടാണ്? ചാവറയച്ചന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇനി ചാവറയച്ചന്റെ മറ്റു രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളുടെ പേരുകളോട് തന്നിട്ടുണ്ട്. 105 പദ്ധതി, കെട്ടുതെങ്ങ് പദ്ധതി. ഇത് രണ്ടും ഇതുപോലെ തന്നെ പള്ളിക്കൂടങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ അവയുടെ സാമ്പത്തിക സഹായത്തിനും വേണ്ടി രൂപം കൊടുത്ത പദ്ധതികളാണ്. ഇനി ചാവറയച്ചൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച പള്ളി ചേന്നങ്കരി പാരിഷ് ചർച്ചാണ്. പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച പള്ളി അർത്തുങ്കൽ പള്ളിയാണ്. പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം 1829-ലാണ്. നമുക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടത് ഇദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളാണ്. അപ്പൊ 1846 കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തില് സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. എവിടെയൊക്കെയാണ് സ്ഥാപിച്ചത്? 2 സ്ഥലങ്ങളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. മാന്നാനം കോട്ടയം, കൂനമ്മാവ് എറണാകുളം. ഈ 2 സ്ഥലങ്ങളിലാണ് എന്ത് സ്ഥാപിച്ചത്?
സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചത്. കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. ഇനി മാന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചുകൊണ്ടാണ് നവോത്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം ചാവറയച്ചൻ സെമിനാരി സ്ഥാപിച്ചു. സെമിനാരി സ്ഥാപിച്ചത് മാന്നാനത്താണ്, കോട്ടയം. 1833 ഈ സെമിനാരി സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ ചാവറയച്ചൻ സ്ഥാപിച്ചിട്ടുള്ള ആദ്യത്തെ സെമിനാരി എവിടെയാണ്? മാന്നാനം, കോട്ടയം. ഇനി കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾക്ക് ഇദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്നു. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം നിലവിൽ വന്നു. നമ്മുടെ സ്കൂളുകൾക്കൊക്കെ പള്ളിക്കൂടങ്ങൾ എന്നുള്ള പേര് വരാൻ കാരണം പള്ളിക്കൊരു പള്ളിക്കൂടം എന്നുള്ള ഇദ്ദേഹത്തിന്റെ സമ്പ്രദായമാണ്. ഇനി പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ചാവറയച്ചനാണ്. എവിടെയാണ് സ്ഥാപിച്ചത്? എറണാകുളത്തുള്ള കൂനമ്മാവ് എന്നുള്ള സ്ഥലത്താണ് സ്ഥാപിച്ചത്. ഇനി വിദേശികളുടെ സഹായം ഒന്നും കൂടാതെ കോട്ടയത്ത് ഒരച്ചടി ശാല സ്ഥാപിക്കാനായിട്ട് ആർക്ക് സാധിച്ചു? ചാവറയച്ചന് സാധിച്ചു. ആ പ്രസിന്റെ പേരാണ് സെന്റ് ജോസഫ് പ്രസ്. മാന്നാനത്തുള്ള പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ് കേട്ടോ. അപ്പൊ 1846 കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റത്തെ അറിയപ്പെടുന്ന പേരാണ് വാഴത്തട വിപ്ലവം. വാഴത്തട വിപ്ലവം. ഇത് ഏത് മേഖലയിൽ ഉണ്ടായ വിപ്ലവമാണ്? അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റമാണ് കേട്ടോ. പേര് കേൾക്കുമ്പോ കൃഷിയാണെന്നൊന്നും വിചാരിച്ചു വെച്ചേക്കരുത്. വാഴത്തട വിപ്ലവം എന്ത് രംഗത്തുള്ളതാണ്? അച്ചടി രംഗത്ത് ഉണ്ടായ വിപ്ലവമാണ്. 1846 വിദേശികളുടെ സഹായം ഒന്നും കൂടാതെ തന്നെ ചാവറയച്ചൻ മാന്നാനത്ത് സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചു. അപ്പൊ സ്ഥാപിച്ച സ്ഥലത്തിന്റെ പേര് മാന്നാനം, കോട്ടയം ജില്ല. ഇനി ഇത് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ്. അതിനു മുമ്പ് 2 പ്രസ്സുകൾ വിദേശികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ വിദേശ സഹായമില്ലാതെ കേരളത്തിൽ സ്വന്തമായി ഒരു പ്രസ് ആരംഭിച്ചത് എവിടെയാണ്? സെന്റ് ജോസഫ് പ്രസ് ആണ്, മാന്നാനത്ത്. ഇനി ഈ പ്രസ്സിൽ പബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ അച്ചടിച്ച ആദ്യ പുസ്തകത്തിന്റെ പേരാണ് ജ്ഞാന പീയൂഷം. ജ്ഞാന പീയൂഷം. ഇനി ചാവറയച്ചൻ ഒരു സെമിനാരി സ്ഥാപിച്ചു എന്ന് പറഞ്ഞു അല്ലെ. ആ സെമിനാരിയിൽ ഇദ്ദേഹം സ്വന്തമായിട്ടൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സഭയുടെ പേരാണ് കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, CMI. ഈ CMI സഭയുടെ സ്ഥാപകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇത് സ്ഥാപിതമായത് 1831 മെയ് 11 മാന്നാനത്താണ് സ്ഥാപിക്കപ്പെട്ടത്, കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കപ്പെടുന്നത് CMI സഭയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭ ആയി അറിയപ്പെടുന്നത് ഏതാണ്? CMI ആണ്. CMI സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? പാലക്കൽ തോമ, മൽപ്പാൻ. ഇത് മൽപ്പാൻ എന്നാണ് കേട്ടോ. തോമ മൽപ്പാൻ, പോരുകര തോമസ് അച്ചൻ. ഇവർ 2 പേരുമാണ് CMI സഭകളുടെ സ്ഥാപനത്തിനും അതുപോലെ തന്നെ അവയുടെ പ്രവർത്തനത്തിനും ചാവറയച്ചനോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി CMI സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ ആയിരുന്നത് ചാവറയച്ചനാണ്. ഇതിന്റെ സഹോദരി സ്ഥാപനം എന്നുള്ള രീതിയിൽ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സന്യാസ സഭ സ്ഥാപിച്ചു. അതിന്റെ പേരാണ് CMC, സിസ്റ്റേഴ്സ് ഓഫ് കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ, CMC. ഇനി ഇത് കൂടാണ്ട് അമലോത്ഭവദാസ സംഘം സ്ഥാപിച്ചത് ആരാണ്? ചാവറയച്ചനാണ്. നസ്രാണി ദീപിക എന്ന ഇന്നത്തെ ദീപിക പത്രം ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് അച്ചടിച്ചത് എവിടെയാണ്? സെന്റ് ജോസഫ് പ്രസ്സിലാണ്, മാന്നാനത്ത്. ഇതിന്റെ സ്ഥാപകൻ ആരാണെന്ന് നോക്കിക്കോളൂ. 1877 സ്ഥാപിക്കപ്പെട്ടത്. ആ സ്ഥാപകന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ആരാണ്? നിധിയിരിക്കൽ മാണി കത്തനാരാണ് നസ്രാണി ദീപിക എന്ന പത്രം ആരംഭിച്ചത്. മലയാളത്തിലെ ആദ്യ ഓൺലൈൻ എഡിഷൻ ആരംഭിച്ച പത്രമാണ് ദീപിക. ഇനി മറ്റു വസ്തുതകൾ.
സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ ചാവറയച്ചൻ വികാരിയായത് 1861 ഇദ്ദേഹം മരണമടഞ്ഞത് കൂനമ്മാവ് വെച്ചിട്ടാണ്. ചാവറയച്ചന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മാനാനത്തുള്ള സെന്റ് ജോസഫ് പള്ളിയിലാണ്. ഇനി ചാവറയച്ചൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്, ഇതൊന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ, 1987 ഡിസംബർ 20 തപാൽ സ്റ്റാമ്പില് വന്നത്. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന കൃതി രചിച്ചത് KC ചാക്കോ. ചാവറയച്ചനെ കുറിച്ച് എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന കൃതി രചിച്ചത് ഫാദർ തോമസ് പന്തപ്ലാക്കൻ. ഇനി ചാവറയച്ചനെ കുറിച്ച് MK സാനു രചിച്ച ജീവചരിത്രമാണ് ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം. ഇനി ചാവറയച്ചന്റെ പ്രധാന കൃതികളുടെ പേരുകൾ തന്നിട്ടുണ്ട്: കൂനമ്മാവ് മഠം, നളാഗമം, ധ്യാനസല്ലാപങ്ങൾ, നല്ല അപ്പന്റെ ചാവരുൾ, കാനോന നമസ്കാരം, സീറോ മലബാർ സഭയുടെ കാലണ്ടർ, 40 മണിയുടെ ക്രമം, അനസ്താസിയയുടെ രക്തസാക്ഷിത്വം, മരണവീട്ടിൽ പാടുവാനുള്ള പാന, മാന്നാനം നളാഗമം 1ഉം 2ഉം വാല്യങ്ങൾ, മരണപർവം, ആത്മാനുതാപം. ഇത്രയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ. അപ്പൊ നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനുള്ളത് വാഴത്തട വിപ്ലവം എന്താണ്, 105 പദ്ധതി, അല്ലെങ്കിൽ കെട്ടുതെങ്ങ് പദ്ധതി, പിടിയരി സമ്പ്രദായം, പള്ളിക്കൊരു പള്ളിക്കൂടം, ഇത്തരം പദ്ധതികളുടെ പേരുകളൊക്കെ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും ചാവറയച്ചന്റെ PDF ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് വായിക്കാം. ഓക്കെ, അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പോർഷനിലേക്ക് കിടക്കാം.